നവകേരള സദസ്സ് ചിറയൻകീഴ് മണ്ഡലത്തിന്റെ വേദി മാറ്റം. ശർക്കര ദേവീക്ഷേത്ര മൈതാനമാണ് വേദിക്കായി തീരുമാനിച്ചിരുന്നത്. ക്ഷേത്ര മൈതാനം വേദിയാക്കാനുള്ള നീക്കത്തിനെതിരെ ബിജെപി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ഇപ്പോൾ വേദി മാറ്റാൻ തീരുമാനമായിരിക്കുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ വിഷയം കോടതിയിലേക്ക് എത്തി, പക്ഷേ കോടതി ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മാറ്റിയത്. കഴിഞ്ഞ വാർത്തകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പലയിടങ്ങളിൽ നിന്നും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്ഷേത്ര മൈതാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നവകേരള സദസ്സ് വേദികൾ ആക്കുന്ന ഒരു തീരുമാനത്തിൽ പലതും കോടതി കയറിയിട്ടുണ്ട്. ചക്കുവളി കടക്കലും ഒക്കെ അങ്ങനെ കോടതി ഇടപെടലിനെ തുടർന്ന് ക്ഷേത്ര മൈതാനം ഈ വേദിയാക്കി നിശ്ചയ തീരുമാനമൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം വിശ്വാസികളുടെ സ്ഥലം എപ്പോഴും വിശ്വാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ദേവന്റേതാണ് എന്ന് നമുക്ക് പൊതുവെ അറിയാവുന്നതാണ്. ഇപ്പോൾ പൂജപ്പുര സരസ്വതി മഠവും അതുപോലെ തന്നെയാണ് ഹൈക്കോടതി വിധി വരാനിരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ശർക്കര ദേവി ക്ഷേത്രത്തിൽ തീരുമാനിച്ചിരുന്ന വേദി മാറ്റാനിടയത് എത്രത്തോളം വലിയ തിരിച്ചടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ സർക്കാർ PR വർക്കിന്റെ ഭാഗമായിട്ട് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ആണല്ലോ ഇപ്പോൾ നവകേരള സദസ്സ് എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം. ലക്ഷ്മി, ഹൈക്കോടതി അല്ലെങ്കിൽ കോടതി വിഷയത്തിൽ ഇടപെടുന്നതിന് മുന്നേ തന്നെ സംഘാടകർ ശാർക്കര മൈതാനത്തിൽ നിന്ന് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ശാർക്കര മൈതാനത്തെ സംബന്ധിച്ചിടത്തോളം കാളിയൂട്ട് നടക്കുന്ന ഒരു മൈതാനം കൂടിയാണ്. അതായത് ചരിത്ര പ്രസിദ്ധമായ കാളിയൂട്ട് നടത്തുന്ന ഒരു വേദിയാണ്. ദാരികന്റെയും ഭദ്രകാളിയുടെയും ഒക്കെ അംഗത്തട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ മൈതാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായും ക്ഷേത്രത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന ഭാഗം, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും മറ്റും സൂക്ഷിക്കുന്ന ഒരു പ്രദേശം. കളിത്തട്ടും അതുപോലെ തന്നെ മറ്റ് പഴമയുടെ ആചാരങ്ങളെല്ലാം ഉള്ള ഒരു പ്രദേശമാണ് ഈ ശാർക്കര ദേവി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ഭാഗമാണ്, അല്ലെങ്കിൽ ഈ ഒരു മൈതാന പ്രദേശമാണ് നവകേരള സദസ്സിന്റെ സംഘാടക സമിതി അതോടൊപ്പം തന്നെ നവകേരള സദസ്സ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇതിനെതിരെയാണ് വലിയ ശക്തമായ ഒരു പ്രതിഷേധം ഈ മേഖലയിലെ ഹിന്ദു സമൂഹം ഉയർത്തിയിരുന്നു. ഇതേ തുടർന്നാണ്, അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമായതോടെയാണ്, അല്ലെങ്കിൽ തുടർച്ചയായി ഈ ക്ഷേത്ര മൈതാനങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇത്തരത്തിൽ നവകേരള സദസ്സിന്റെ പാർട്ടി പരിപാടിക്കായിട്ട് എടുക്കുന്നതിനെ വളരെ ശക്തമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് സർക്കാരിനേറ്റ തിരിച്ചടിയുടെ ഫലമായിട്ടും കൂടിയാണ് ഇത്തരത്തിൽ ഈ ശാർക്കര ദേവി ക്ഷേത്രത്തിന്റെ മൈതാനം ഈ നവകേരള സദസ്സിന്റെ ഓഫീസാക്കുക അല്ലെങ്കിൽ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്ന തീരുമാനത്തിൽ നിന്നും മാറാനായിട്ട് ഉള്ള കാരണമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം കടക്കിൽ, അതുപോലെ തന്നെ പൂജപ്പുര സരസ്വതി മണ്ഡപം, ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ശാർക്കര ദേവി ക്ഷേത്രത്തിന്റെ മൈതാനത്തും ഇത്തരത്തിലുള്ള ഒരു നവകേരള സദസ്സിന്റെ ഒരു പരിപാടി നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പക്ഷേ കോടതി വിധി വരുന്നതിന് മുമ്പേ സർക്കാരും അതോടൊപ്പം തന്നെ പാർട്ടിയും ഇതിൽ നിന്നും പിന്മാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും സമാന്തരമായ ഒരു പ്രദേശം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കും കൂടിയാണ് ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. എന്നാലും നിലവിൽ ഇനി അങ്ങോട്ട് ഈ ശാർക്കര ദേവി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന്റെ ഒരു പരിപാടികളും സംഘടിപ്പിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പരിപാടികളൊന്നും സംഘടിപ്പിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് പാർട്ടിയും എത്തിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ടിൻഡു, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കുടുംബശ്രീ അംഗങ്ങളെ ഒപ്പം തന്നെ കൊച്ചു സ്കൂൾ കുട്ടികളെ വരെ ഒരു പക്ഷേ ഈ നവകേരള സദസ്സിന്റെ ഭാഗമാക്കി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രകടനത്തിന്റെ ഒക്കെ ഭാഗമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഇതിനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇതിനൊക്കെ എതിരെ ഉയരുന്നത്. ഈ ക്ഷേത്ര മൈതാനങ്ങൾ ഇങ്ങനെ നിശ്ചയിക്കുന്നത് നമുക്കറിയാം ക്ഷേത്ര ആചാരങ്ങളെയും ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ്. പക്ഷേ ഭക്തരോടുള്ള വെല്ലുവിളി കൂടിയായി. കാരണം ഈ വിഷയം എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കുമെന്നും കോടതി ഇടപെടൽ വരെ ഉണ്ടാകുമെന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഈ ക്ഷേത്ര മൈതാനങ്ങൾ നവകേരള സദസ്സിന്റെ വേദിയായിട്ടൊപ്പം തന്നെ സംഘാടക സമിതി ഓഫീസാക്കിയൊക്കെ മാറ്റുന്നത്. എന്തായാലും ഭക്തരോടുള്ള വെല്ലുവിളി എന്നുള്ള രീതിയിൽ തന്നെ നോക്കിക്കാണ്ടേ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തുന്നത്. തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പല ഘട്ടങ്ങളിലായി ഭക്തരോട് നിഷേധാത്മക നിലപാട് തന്നെ സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ ദുർബലമായി അടിച്ചമർത്താം എന്നൊരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഉണ്ടായിരിക്കണം. ആ ഒരു ധാരണയുടെ പുറത്താണ് ഇത്തരത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ഷേത്ര മൈതാനങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഒരു സ്കൂളിന്റെയോ അല്ലെങ്കിൽ ഒരു പൊതുമൈതാനമോ തെരഞ്ഞെടുക്കേണ്ട സ്ഥാനത്താണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പിടിച്ചടക്കലുകളും ഇത്തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. ഈ പൂജപ്പുരയും അതുപോലെ തന്നെ ഈ ചിറയൻകീഴ് മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളും അതുപോലെ മറ്റ് പൊതുമൈതാനങ്ങളും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. പക്ഷെ അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിന്റെ മേൽ പല അടിച്ചമർത്തലുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക്
കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ മാറിയതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ക്ഷേത്രങ്ങളുമായി സംബന്ധിച്ച വിഷയങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ പിന്മാറുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ കോടതിയൊക്കെ ഈ വിഷയങ്ങൾ ഇടപെടുന്നതോടെ ഇതിൽ നിന്നൊക്കെ പിന്മാറുന്ന ഒരു നിലപാടിലേക്ക് പോവുകയാണ്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബശ്രീ, അതുപോലെ തന്നെ കൊച്ചു സ്കൂൾ കുട്ടികൾ തുടങ്ങിയവരൊക്കെ നിർബന്ധിതമായും നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു PR വർക്കിൽ പങ്കെടുപ്പിക്കാനായി നിർബന്ധിതമായിട്ടും വലിച്ചിഴച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസമായി കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നൊക്കെ വലിയൊരു പ്രതിഷേധം ഇതിനോടൊപ്പം തന്നെ ഉയർന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെയാണ് ഈ തീരുമാനങ്ങളിൽ നിന്നൊക്കെ കുറച്ചെങ്കിലും ഒക്കെ വിട്ടുനിൽക്കാൻ പാർട്ടി തീരുമാനിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ടിൻഡു, ഈ ഒരു വിധി കാരണം പ്രത്യേകിച്ച് ശർക്കര ക്ഷേത്ര മൈതാനമൊക്കെ BJP ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ തിങ്കളാഴ്ച അത് പരിഗണിക്കാനിരിക്കുകയാണ്. അത് മുന്നോടിയായിട്ട് തന്നെയാണ് കോടതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നിലപാട് മാറ്റം ഉണ്ടായത്. ഇന്ന് നമുക്കറിയാം പുജപ്പുര സരസ്വതി മണ്ഡപത്തിന്റെ വിഷയവും കോടതി പരിഗണിക്കാൻ ഇരിക്കുകയാണ്. എന്തിന് ഈ ഭക്തരുടെ പ്രതിഷേധം കടുക്കുന്നത് വരേക്കും അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പ്രതികൂലമായി വിധി വരുന്നത് വരേക്കും ഈ ദുരഭിമാനം ഇവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സർക്കാരിന് ഭൂഷണമാണോ എന്നുള്ളതാണത്. തീർച്ചയായും ലക്ഷ്മി, ഒരു പക്ഷേ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു ഹിന്ദു സമൂഹത്തിന്റെ മേലൊരു സമ്മർദ്ദം ചെലുത്തുന്ന നിലപാടിലേക്ക് അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു പ്രതിഷേധം വരുമ്പോൾ അതൊരു പക്ഷെ കോടതി ഇടപെടുന്നത് വരെ വെച്ച് പുലർത്തുക ധാർഷ്ട്യത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ധാർഷ്ട്യം തന്നെയാണ്. കാരണം നേരത്തെ നമ്മൾ കഴിഞ്ഞ വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം പൂജപ്പുര വിഷയത്തിൽ തിരുവനന്തപുരം നഗരസഭ ഇടപെടുന്ന ഒരു രീതി, അതായത് പല ഘട്ടങ്ങളിലും 35ഓളമാണ് BJP കൗൺസിലർമാർ തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ഈ 35 പേരും ഒരുപോലെ ആവശ്യപ്പെട്ടതാണ് പൂജപ്പുര നഗരസഭ പൂജപ്പുര കൽമണ്ഡപം ഇത്തരത്തിലുള്ള നവകേരള സദസ്സിന്റെ ഓഫീസായി മാറ്റരുതെന്ന്. പക്ഷെ അപ്പോഴും നഗരസഭ ധാർഷ്ട്യത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിൽ നവകേരള സദസ്സിന്റെ പരിപാടി സംഘടിപ്പിക്കും, ഇതിൽ നിന്നും പിന്മാറില്ല എന്നൊരു ധാർഷ്ട്യത്തിന്റെ നിലപാട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കൂടെയാണ് ഈ ഒരു ഹിന്ദു സമൂഹം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നത്. ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടാണ് സർക്കാർ പിന്മാറുന്നത്. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.